ഹലോ എവരി വൺ, ഐ ഹോപ്പ് ഓൾ ആർ ഗുഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പി ബി ഷെല്ലി എഴുതിയിട്ടുള്ള ഒസ്മാൻഡിയസ് എന്ന് പറയുന്ന പോയത്തിനെ കുറിച്ചിട്ടാണ്. പി ബി ഷെല്ലി 1792 ഓഗസ്റ്റിലാണ് ജനിക്കുന്നത്. ഇദ്ദേഹം വന്നിട്ട് ഇംഗ്ലീഷ് റൊമാൻറ്റിക് പോയറ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റൈറ്ററാണ്. ഇദ്ദേഹം വന്നിട്ടൊരു പോയറ്റും ഡ്രമാറ്റിസ്റ്റും മെസ്സേജിസ്റ്റും നോവലിസ്റ്റും ഒക്കെ ആയിരുന്നു. Ozymandias, Ode to the West Wind, To a Skylark, The Mask of Anarchy, ഹെല്ലാസ്, അലാസ്റ്റർ ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കുകൾ. ആർട്ട് ആൻഡ് കൾച്ചർ, പ്രൈഡ്, മാൻ ആൻഡ് ദ നാച്ചുറൽ വേൾഡ്, ട്രാൻസെൻസ് ഇതൊക്കെയാണ് ഒസ്മാൻഡിയസ് എന്ന് പറയുന്ന ഈ പോയത്തിൻ്റെ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീമുകൾ. ഒസ്മാൻഡിയസ് എന്ന് പറയുന്ന ഈ പോയം വന്നിട്ട് ഒരു സോണറ്റാണ്. 1817 റൈറ്റർ ഇത് എഴുതിയിരിക്കുന്നത്. ഇത് വന്നിട്ടൊരു പെട്രാക്യൻ സോണറ്റാണ്. ഇനി നമുക്ക് ഈ പോയത്തിൻ്റെ സമ്മറി എന്താണെന്ന് നോക്കാം. പോയറ്റ് ഒരു ട്രാവലറിനെ ആൻറ്റിക് ലാൻഡിൽ വെച്ച് കാണാണ്, അതായത് ഒരു ചരിത്രഭൂമിയിൽ വെച്ചിട്ട് കാണാണ്. ആ ട്രാവലർ പറയുന്ന കാര്യങ്ങളാണ് റൈറ്റർ ഈ പോയത്തിലൂടെ നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത്. ഈ പോയത്തിൻ്റെ ഉള്ളിൽ കൂടെ റൈറ്റർ വേറെ ഒരു സ്റ്റോറി കൂടെ പറയാണ്. ഈ ട്രാവലർ വരുന്ന വഴിക്ക് കല്ലുകൊണ്ട് നിർമ്മിച്ച ഒരു പ്രതിമ കാണാണ്. ആ പ്രതിമയുടെ കാലുകൾ മാത്രമേ ശരിക്കും ഉണ്ടായിരുന്നുള്ളൂ. തല അല്പം മാറി മണ്ണിൽ പൊതിഞ്ഞു കിടക്കുന്നത് പോലെ ട്രാവലർ കാണാണ്. ആ പ്രതിമയുടെ മുഖത്ത് ദേഷ്യവും ഗൗരവവും എന്നു പോലെയുള്ള കുറേ ഭാവങ്ങൾ നിറഞ്ഞിരുന്നു. ആ പ്രതിമയുടെ മുഖം കാണിക്കുന്നത് അത് നിർമ്മിച്ച ശില്പിയുടെ കഴിവിനെ കുറിച്ചിട്ടായിരുന്നു. ഇത് ആരുടെ പ്രതിമയാണെന്ന് അറിയില്ലെങ്കിൽ പോലും ആ പ്രതിമ അത്രയും മനോഹരവും വേറെ ഒരാളുടെ മുഖത്തെ അതേപോലെ പകർത്തി വെച്ചതുപോലെയുമായിരുന്നു ഉണ്ടായിരുന്നതെന്ന് ആ ട്രാവലർ പറയാണ്. ആ സ്റ്റാച്യുവിൻ്റെ പെഡസ്റ്റലിൽ ആ സ്റ്റാച്യുവിൻ്റെ നെയിം കൊത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കൊത്തി വെച്ചിട്ടുണ്ടായിരുന്നത് ഒസ്മാൻഡിയസ് എന്നുള്ളതായിരുന്നു. ഈ ഒസ്മാൻഡിയസ് എന്ന് പറയുന്നത് ഈജിപ്തിലെ ഒരു അഹങ്കാരിയായിട്ടുള്ള രാജാവായിരുന്നു. ഇദ്ദേഹം വന്നിട്ട് മറ്റ് രാജാക്കന്മാരെക്കാളും വലിയവനാണെന്ന് സ്വയം പറഞ്ഞു നടക്കുന്ന ഒരു രാജാവ് കൂടിയായിരുന്നു. അതുപോലെ തന്നെ ഒസ്മാൻഡിയസ് എന്ന് പറയുന്ന ആ പ്രതിമയുടെ പെഡസ്റ്റലിൽ വേറൊരു കാര്യം കൂടി കൊത്തിവെച്ചിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊന്ന് ചുറ്റും നോക്ക്, ഇതാണ് എൻ്റെ വർക്കുകൾ എന്നുള്ള രീതിയിലായിരുന്നു ആ കൊത്തുപണി. പക്ഷേ ഇദ്ദേഹം ചുറ്റും നോക്കുന്ന സമയത്ത് വെറും മണൽ മാത്രമായിരുന്നു കാണാനുണ്ടായിരുന്നത്. അദ്ദേഹം ചെയ്ത വർക്കുകൾ പോയിട്ട് ഓസ്മാൻഡിയസിൻ്റെ പ്രതിമ പോലും പ്രോപ്പറായിട്ടായിരുന്നില്ല ഉണ്ടായിരുന്നത്. അതിൻ്റെ തല പോലും ഒരു സ്ഥലത്ത് വീണ് മണ്ണിൽ പൊതഞ്ഞ പോലെയായിരുന്നു കിടക്കുന്നുണ്ടായിരുന്നത്. ഒരു കാലത്ത് ഒസ്മാൻഡിയസ് അഹങ്കാരത്തോട് ചെയ്ത പല കാര്യങ്ങളും ഇന്ന് ആരാലും നോട്ടീസ് ചെയ്യപ്പെടാതെ അവഗണിക്കപ്പെട്ട് ഒരു മൂലയിൽ കിടക്കുകയാണ്. ഇങ്ങനെ സംഭവിക്കുന്ന ആ രാജാവ് ഒരിക്കൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല എന്ന് റൈറ്റർ ഈ പോയത്തിലൂടെ നമ്മളോട് പറയാൻ ട്രൈ ചെയ്യാണ്. ഒരു മനുഷ്യൻ എന്തിനെക്കുറിച്ചാണോ അഹങ്കരിക്കുന്നത് അതിന് ഒരിക്കൽ ഒരു അവസാനം ഉണ്ടാവുമെന്നും, മനുഷ്യൻ മരിച്ചാൽ അത് ഒരു കിങ്ങാണെങ്കിലും ഒരു പാവപ്പെട്ട ആളാണെന്നുണ്ടെങ്കിലും മരിച്ചതിന് ശേഷം വെറും മണ്ണായിരിക്കുമെന്ന് റൈറ്റർ ഒസ്മാൻഡിയസ് എന്ന് പറയുന്ന ഈ പോയത്തിലെ ഒസ്മാൻഡിയസ് എന്ന് പറയുന്ന ആ പ്രതിമയുടെ തലഭാഗം മണ്ണിൽ പൊതിഞ്ഞ് കിടക്കുന്നത് വെച്ചിട്ട് സൂചിപ്പിക്കുകയാണ്. ഇത്രയാണ് ഈ പോയത്തിൻ്റെ സമ്മറി. ഐ ഹോപ്പ് ഓൾ ആർ അണ്ടർസ്റ്റുഡ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റ് അയയ്ക്കുക. സോ താങ്ക് യു ഫോർ യുവർ ലിസണിങ്.